ഹായ്, ഞാൻ ഡോക്ടർ അലീജ രാജ്. ഞാൻ ഡോക്ടർ അലീന രാജ്. ഞങ്ങൾ ആയുർവേദ ഡോക്ടേഴ്സാണ്. ആയുർവേദത്തിൽ കൂടുതലും പഠിക്കാനുള്ളത് ശ്ലോകങ്ങളായിരിക്കും. അതായത് ആചാര്യന്മാർ എല്ലാം എഴുതി വെച്ചിരിക്കുന്നത് ശ്ലോകരൂപത്തിലാണ്. അതുകൊണ്ട് തന്നെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നതും ഈ ഒരു കാര്യമായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഈ ശ്ലോകങ്ങളെല്ലാം പാട്ടുരൂപത്തിലാക്കി കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ പാട്ടുരൂപത്തിലാക്കിയ ഒരു കഷായ യോഗമാണ് ഗന്ധർവസ്ഥാദി കഷായം. ഗന്ധർവസ്ഥ ചിരവിൽവാൻ ഹുദാശ വിശ്വഭീഷജം പത്യ പുനർനവ യവാസഗ ഭൂമിതാലഗി കോദിസ്തു സൈന്ധവ ഗുണ പവനസ്യ ശാന്തയേ വഗ്നിബലായ രുചയ മലശോധനായ. ആയുർവേദത്തിൽ 3 ദോഷങ്ങളാണുള്ളത്: വാദം, പിത്തം, കഫം. ഇതിനെ നമ്മൾ ത്രിദോഷങ്ങൾ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ശരിയായ ബാലൻസാണ് ഒരാളെ ആരോഗ്യപരമായ ജീവിതം നയിക്കാൻ സഹായിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ ഒരു ഏറ്റക്കുറച്ചിൽ, അതായത് വാദം കൂടുകയോ കുറയുകയോ ചെയ്യുക, അല്ലെങ്കിൽ പിത്തം കൂടുകയോ കുറയുകയോ ചെയ്യുക, ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഒരാൾക്ക് രോഗമുണ്ടാകുന്നത്. മിക്കവാറുമുള്ള എല്ലാ രോഗത്തിലും വാദദോഷം കോപിച്ചിരിക്കും. അതിന് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാദദോഷത്തിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ചലനമാണ്, അല്ലെങ്കിൽ മൂവ്മെൻ്റാണ്. അതായത് നമ്മുടെ ദൈനംദിന ജീവിതത്തെ നടത്തം, ഇപ്പം ഡൈജഷൻ, എക്സ്ക്രീഷൻ, അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ, നമ്മുടെ യൂറിനേഷൻ, അതുപോലെ തന്നെ മെമ്മറി, കോൺസെൻട്രേഷൻ തുടങ്ങിയ എല്ലാ പ്രക്രിയയിലും വാദദോഷത്തിൻ്റെ പങ്ക് വളരെയേറെയാണ്. അതുകൊണ്ട് തന്നെ വാദദോഷത്തിനൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ സാധാരണയായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു കഷായമാണ് ഗന്ധർവസ്ഥാദി കഷായം. ഈ ഗന്ധർവസ്ഥാദി കഷായത്തിൽ നമ്മുടെ വാദദോഷത്തിൽ ഉണ്ടാകുന്ന വിവിധതരം രോഗങ്ങളായ ആർത്രൈറ്റിസ്, സ്പോണ്ടൈലോസിസ്, സ്ട്രോക്ക് എന്നിങ്ങനെയുള്ള കണ്ടീഷനിലും, അതുപോലെ തന്നെ നമ്മുടെ എക്സ്ക്രീഷൻ, മലബന്ധമുണ്ടാക്കുന്ന അവസ്ഥയിൽ ശരിയായ രീതിയിൽ മലം പോകാനും ഈ കഷായം സഹായിക്കുന്നു. അതുപോലെ തന്നെ ഡൈജഷൻ ഇല്ലാത്ത അവസ്ഥയിൽ നല്ല രീതിയിൽ ദഹനം മെച്ചപ്പെടുത്തുകയും വിശപ്പ് വർദ്ധിപ്പിക്കുകയും ആഹാരത്തിൻ്റെ രുചി കൂട്ടാനും ഈ കഷായം സഹായിക്കുന്നു. നമുക്കറിയാം, കൊറോണ സമയത്തൊക്കെ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു പ്രോബ്ലം ആയിരുന്നു രുചിക്കുറവ്. എനിക്ക് ടേസ്റ്റ് കുറവാണ്, പഴയ ടേസ്റ്റ് എനിക്ക് തിരിച്ച് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ ഒത്തിരി കംപ്ലയിൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും പ്രാധാന്യം കൊടുത്ത ഒരു കഷായം തന്നെയാണ് ഗന്ധർവസ്ഥാദി കഷായം. അതുപോലെ തന്നെ നമുക്കറിയാം, വയറുവേദന, മെൻസ്ട്രൽ പീരീഡ്സിലുണ്ടാവുന്ന വയറുവേദനയ്ക്കും, അതുപോലെ തന്നെ ഇൻഡൈജഷൻ കൊണ്ടുണ്ടാകുന്ന വയറുവേദനയ്ക്കുമൊക്കെ ഈ കഷായം വളരെ പ്രാധാന്യം വഹിക്കുന്നു. അപ്പോൾ താങ്ക് യു.